അമല് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്, കാര്യങ്ങളാണ്. ഇപ്പൊ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവൽക്കരണവും സമരങ്ങളില്ലാത്ത അവസ്ഥയൊക്കെ എന്ന് പറയുന്നത്. അതായത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ കാര്യമില്ല എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു നിന്നാൽ മാത്രമേ, പ്രതികരിച്ചാൽ, സമരം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള നമ്മളെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാലം നടന്ന അവകാശ സമരങ്ങൾ തന്നെയാണ്, വിദ്യാർത്ഥികളുടെ ഇടപെടൽ തന്നെയാണ് നല്ലൊരു അന്തരീക്ഷം ക്യാമ്പസിന് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും നടന്നു നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ബാക്കി വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. അതിനു മുന്നായിട്ട് മാളവിക മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം മാളവിക മാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അപ്പം ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാമിനെ ക്ഷണിക്കാം. എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അതോടുകൂടെ ഞാൻ അതിനോട് ചേർത്ത് ഞാൻ ലേറ്റ് ആയതിന് ഞാൻ ക്ഷമയും ചോദിക്കുന്നു. ഒന്ന് രണ്ട് പരിപാടികളുണ്ടായിരുന്നു, ഇപ്പൊ ട്രാവലും എല്ലാം ചേർത്തിട്ടാണ് ലേറ്റ് ആയി പോയത്. ഇന്ന് ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ ദിവസം തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുറെ രാംകി സാറിന്റെ ഉൾപ്പെടെയുള്ള സംസാരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഗൗരവവും അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അറിയാവുന്ന പ്രബുദ്ധരായ ഒരു സെക്ഷൻസ് വിദ്യാർത്ഥികളോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള സന്തോഷത്തിലും കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ പല പ്രസംഗങ്ങളിലായിട്ടും പല എഴുത്തുകളിലായിട്ടും നമ്മൾ സംസാരിക്കുമെങ്കിൽ എന്താണ് ഈ മൂല്യങ്ങൾ എന്നുള്ളത് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള ഒരു ഐഡിയയെ, അതായത് നമുക്ക് വേണ്ടത് മതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ധാർമ്മികതയല്ല, അല്ലെങ്കിൽ പബ്ലിക് കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ മെജോറിറ്റേറിയൻ വാദത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ധാർമ്മികതയല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിസ്ഥാനമാക്കിയ ഒരു ധാർമ്മികതയാണ്. ധർമ്മം എന്ന വാക്കിനെ തന്നെ, അല്ലെങ്കിൽ ധാർമ്മികത എന്നുള്ള വാക്കിനെ തന്നെ തിരുത്തി എഴുതുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് അംബേദ്കർ പറയുമ്പോൾ അംബേദ്കർ അവിടെ ചെയ്യുന്നത് നമ്മൾ നോക്കണം. ഈ അംബേദ്കറിന്റെ നോഷൻ ഓഫ് ഇക്വാലിറ്റി പലപ്പോഴും വളരെ പരിമിതമായിട്ട് ഗാന്ധിജിയുടെ നോഷൻ ഓഫ് ഇക്വാലിറ്റിയോട് ചേർത്താണ് വായിക്കേണ്ടത്. പക്ഷെ താങ്ക്ഫുള്ളി ഒരു കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഗ്രാംഷിയോടും മാർക്സിനോടും ഒക്കെ ചേർത്ത് അംബേദ്കറിന്റെ നോഷൻസ് ഓഫ് ഇക്വാലിറ്റി, അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് ഇക്വാലിറ്റി വായിക്കപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പുതിയ തരത്തിലുള്ള പഠനങ്ങൾ വരികയുണ്ട്. അതിനകത്ത് ഐശ്വര്യകുമാർ എന്ന് പറയുന്ന പ്രളയക്കുളങ്ങോയും ഡിവ്രൈസും ഐശ്വര്യകുമാറും കൂടെ എഴുതിയ വർക്കിൽ ആദ്യവും പിന്നെ റാഡിക്കൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രേണീബദ്ധമായി നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റി ധർമ്മം എന്നുള്ള ഒരു ഐഡിയയെ വർണ്ണാശ്രമ ധർമ്മമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയെ റിലീജിയനോട് ചേർത്ത് മാത്രം, അതിപ്പോ ഹിന്ദുയിസം ആണെങ്കിലും ബുദ്ധിസം ആണെങ്കിലും ജൈനിസം ആണെങ്കിലും ഇവിടെ നിലനിൽക്കുന്ന ഏത് മതമാണെങ്കിലും ശരി, ആ മതത്തിനോട് മാത്രം ചേർന്ന് ധാർമ്മികത എന്നുള്ള ഒരു ഐഡിയയെ റീകൺഫിഗർ ചെയ്യുകയായിരുന്നു അംബേദ്കർ അവിടെ. ടോട്ടലി എന്താണ് ഇക്വാലിറ്റി എന്നുള്ള ഒരു ഐഡിയ എത്ര റാഡിക്കലായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും റാഡിക്കലായിട്ട് പ്രസന്റ് ചെയ്യാണ് അംബേദ്കർ ചെയ്തത്. അത് പലപ്പോഴും ഗാന്ധി പോലുള്ള അന്നത്തെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന് അതിന്റെ വ്യാപ്തി പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. കാരണം അഖിൽ ബിൽഗ്രാമിയുടെ വർക്കിൽ നിങ്ങളിവിടെ പൊളിറ്റിക്സിനെ കുറിച്ച് ഉത്കണ്ഠ ഉള്ള, പർട്ടിക്കുലർലി ഇന്ത്യൻ പൊളിറ്റിക്കൽ മെന്റാലിറ്റിയെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് പല രീതികളിൽ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒക്കെ സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഒരു മസ്റ്റ് റീഡ് വർക്കാണ് അഖിൽ ബിൽഗ്രാമിയുടെ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ യോജിക്കണമെന്നില്ല, എന്നാൽ കൂടി അത് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു പദമുണ്ട്, അത് ഭയങ്കര കൃത്യതയുള്ള ഒരു പദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മെന്റാലിറ്റി ഓഫ് ഡെമോക്രസി
അതായത് ജനാധിപത്യം എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുക്കപ്പെട്ടയാണ്. അതൊരു 1920s തൊട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലുള്ള മാസ് മൂവ്മെന്റ് സമയം തൊട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി കഴിഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് ഒരു 5-10 വർഷം വരെ ഈ ഒരു മെന്റാലിറ്റി ഓഫ് ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാന നാഷണലിസം, ദേശീയത ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതിനുണ്ടായിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ബിപാൻ ചന്ദ്ര പോലെയുള്ള സ്കോളേഴ്സ് അതിനെക്കുറിച്ച് വലിയ ട്രീറ്റേഴ്സ്, അതെല്ലാം സിഗ്നിഫിക്കന്റ് തന്നെയാണ്. പക്ഷെ അതിനോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഈ ജനാധിപത്യം എന്നുള്ള ഒരു മാനസികാവസ്ഥ. ഞാനും മറ്റൊരാളും തമ്മിൽ ഇടപെടുമ്പോൾ അത് ഏത് രീതിയിലുള്ള ഇടപെടലാണെങ്കിലും, അതിപ്പോ സ്റ്റേറ്റ് സിറ്റിസൺസിനോട് ഇടപെടുന്നതാണെങ്കിലും ശരി, ഞാൻ എന്നുള്ളൊരു പബ്ലിക് സെർവന്റ് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ക്ലയന്റിനോട് ഇടപെടുകയാണെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സ്പേസിൽ ഞാനൊരു വിദ്യാർത്ഥിയോട് ഇടപെടുമ്പോഴാണെങ്കിൽ ശരി, അവിടെയെല്ലാം തന്നെ ഈ ജനാധിപത്യം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടത് ഈ ദേശീയ പ്രസ്ഥാനത്തിലൂടെയും, ആ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നയിച്ച ആ ഒരു ദേശീയ പ്രസ്ഥാനം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് നടന്ന ആന്റി കാസ്റ്റ് മൂവ്മെന്റും അംബേദ്കർ പ്രസ്ഥാനവും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ഉൾച്ചേർന്ന ആ ഒരു ക്ലൈമറ്റ് ഓഫ് പ്രൊട്ടസ്റ്റിലൂടെ ഉടലെടുത്ത് വന്നതാണ് ഈ എന്താണ് ഇത് മെന്റാലിറ്റി ഓഫ് ഡെമോക്രസി എന്ന് ബിൽഗ്രാമി വിളിക്കുന്നത്. പക്ഷെ ഈ മെന്റാലിറ്റി ഓഫ് ഡെമോക്രസിയെ ഭയന്നിരുന്ന, ഇപ്പോഴും ഭയക്കുന്ന, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള, വളരെ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം എപ്പോഴും നിലനിന്നിരുന്നു. അവരുടെ സാന്നിധ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരെ നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അംബേദ്കർ ഇടപെടുന്ന പല പല ചർച്ചകളിൽ, പെർട്ടിക്കുലർലി ഹിന്ദു കോഡ് ബില്ലിന്റെ ചർച്ചകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് അവർ പാർട്ടി പരമായിട്ട് അവർ നോക്കുകയാണെങ്കിൽ അവർ റൈറ്റ് വിങ് ആയിരിക്കില്ല. പക്ഷെ കൾച്ചറലിയും മെന്റാലിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലവരും നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നവർ പോലും ഈ ഒരു മെന്റാലിറ്റി ഓഫ് അൺഡെമോക്രസി, ഒരു മെന്റാലിറ്റി ഓഫ് ഇനിക്വാലിറ്റി പിന്തുടരുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും നല്ല ഒരു ഉരകല്ല് ഇവർക്ക് ഇക്വാലിറ്റി എന്നുള്ളത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഉരകല്ലായിട്ട് യൂസ് ചെയ്യുന്ന ജെൻഡർ വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിമൻസ് ഫ്രീഡത്തിന്റെ അല്ലെങ്കിൽ വിമൻസ് ലിബർട്ടിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് പല ജീർണിച്ച ചിന്തകളും, ഈ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി എംബഡ് ചെയ്തിരിക്കുന്ന മനസ്സുകളുടെ പല ചിന്തകളും വെളിയിൽ വരുന്നത് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകളിൽ തന്നെ കാണാൻ പറ്റും. ഇതേ കാര്യം അൺഫോർച്ചുനേറ്റ്ലി പക്ഷെ ഒട്ടും റിഫോം ചെയ്യപ്പെടാതിരുന്ന, ആ ഒരു സമയത്ത് പോലും ഒട്ടും റിഫോം ചെയ്യപ്പെടാതിരുന്ന, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കാതിരുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും നമുക്ക് പേരിന് മാത്രമല്ല നമ്മൾ അതിനെ ഫ്യൂഡൽ എന്ന് വിളിക്കുന്നത്. ഫ്യൂഡൽ വ്യവഹാരങ്ങളുടെ ചിതൽപുറ്റായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ. അതിപ്പോ ഞാൻ 8 വർഷത്തോളം റെസിഡന്റ് ആയിട്ട് പഠിച്ച JNU ആണെങ്കിലും ശരി, ഞാൻ പിന്നെ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റികളാണെങ്കിലും ശരി, കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും കോളേജുകൾ ആണെങ്കിലും ശരി. കാരണം ഞാൻ കേരളത്തിലെ എന്ന് എടുത്ത് പറയാൻ ഉള്ള റീസൺ, നമ്മൾ എല്ലാവരും കേരളൈറ്റ്സ് ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രോഗ്രസീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന സ്റ്റേറ്റിലെ കോളേജുകൾ പോലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ നാഷണൽ മൂവ്മെന്റിൽ വന്ന, അല്ലെങ്കിൽ അതിലൂടെ ഉടലെടുത്ത ഇക്വാലിറ്റി പോലുള്ള ഐഡിയാസ് എത്രത്തോളം ഡിസമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊരു റെറ്ററിക് ക്വസ്റ്റ്യൻ ആയിട്ടോ മൂഡ് പോയിന്റ് ആയിട്ടോ നിലനിൽക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴും നമ്മുടെ IITs കുറിച്ച് കഴിഞ്ഞ വർഷമാണ് നേച്ചർ പോലുള്ള ഏറ്റവും ഹൈലി ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ജേർണലിൽ പോലും വന്നിരിക്കുന്നത്. അവിടെ OBC റെപ്രസെന്റേഷൻ ഇസ് അണ്ടർ 15%. പല IITs SC ST റെപ്രസെന്റേഷനെ
ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇല്ല. ഡ്രോപ്പ് ഔട്ട് റേഷ്യോകൾ നോക്കിയാൽ SC/ST ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 50% കൂടുതലാണ്. അതിന് 50% കൂടുതലായിരിക്കുന്ന ഈ SC/ST ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ഇവിടെ പഠിക്കാൻ ഈ കുട്ടികൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന്. അല്ലാതെ സിസ്റ്റമിക് ഇൻജസ്റ്റിസ് കാരണമാണ് ഈ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാകാനുള്ള വിവരം പോലും, ഞാൻ അത് എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയുമില്ല, വിവരം പോലും ഇല്ലാത്ത ഒരു ഇന്ത്യൻ ഇന്റലിജൻഷ്യ അല്ലെങ്കിൽ അക്കാഡമിയ ഇന്നും നമ്മുടെ അക്കാഡമിക് സ്പേസസിൽ തുടരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും ഏറ്റവും വലിയ ശാപമായിട്ട് നിൽക്കുന്നത്. ഇത് ഞാൻ ഡൽഹിയിൽ മാത്രം കേൾക്കുന്ന ഒരു റിമാർക്കല്ല. കേരളത്തിലെ ക്ലാസ് റൂമുകളിൽ പോലും പലപ്പോഴും SC/ST കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട്, പർട്ടിക്കുലർലി വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദളിത് കുട്ടികളുടെ ഗ്രാൻഡ് വരാതിരിക്കുമ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് കാരണം മോസ്റ്റ് വൾണറബിൾ നമ്മൾ അമർത്യ സെന്നിന്റെ ഫാഡ് തിയറി പറയുന്നത് പോലെ ഏറ്റവും മോസ്റ്റ് വൾണറബിൾ കാറ്റഗറീസ് ആണ് റിസോഴ്സുകൾ ഇല്ലാതാകുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഹിറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റൈപ്പൻഡിന് മാത്രം ആശ്രയിച്ച്, അല്ലെങ്കിൽ ആ സ്റ്റൈപ്പൻഡിന്റെ ഒരു ഭാഗം വീട്ടിൽ കൊടുത്തിട്ട് മാത്രമാണ് ആ വീട്ടുകാർ പോലും ജീവിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ RGNF വന്നാൽ മാത്രം ഹോസ്റ്റലിൽ തുടരാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾ ഇരിക്കുമ്പം എല്ലാ ഗ്രാൻഡുകളും കട്ടാകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലൊക്കെ സർവൈവ് ചെയ്തു പോകുമ്പോൾ ഈ ദളിത് ആദിവാസി കുട്ടികളാണ് കോളേജ് സ്പേസസിൽ നിന്നും യൂണിവേഴ്സിറ്റി സ്പേസസിൽ നിന്നും തികഞ്ഞും അപ്രത്യക്ഷമായി പോകുന്നത്. ഈ അപ്രത്യക്ഷമായി പോകുന്നത് ഒരു വലിയ കൺസേൺ ആയിട്ട് പോലും ഗവൺമെന്റ് എടുക്കുന്നില്ല. എന്നിട്ട് ഈ ഗ്രാൻഡിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന ഗതികേടുള്ള കുട്ടികളാണ് നമ്മൾ കേരളത്തിൽ പോലും കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വിജില ചെറുപ്പാടിന്റെ വർക്കിൽ നോക്കിയാൽ അതിലേക്ക് നമുക്ക് വരാം. അവരുടെ അദ്ദേഹത്തിന്റെ വർക്ക് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലത്തിൽ ഈ കഴിഞ്ഞ റിവിഷനിൽ 2024 നടന്ന റിവിഷനിൽ വിജില ചെറുപ്പാടിന്റെ വർക്കുകൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്നാൽ അവരുടെ വർക്കുകളിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്, ഹോസ്റ്റലുകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഹോസ്റ്റലുകളിലെ ഏറ്റവും പുവർ ആയിട്ടുള്ള മുറികൾ, അടുക്കളയുടെ അടുത്തുള്ള, ബാത്റൂമിന്റെ അടുത്തുള്ള മുറികൾ ഏത് കുട്ടികൾക്കാണ് കൊടുക്കപ്പെടുന്നത് എന്നുള്ളത്. കാരണം എന്താ, അവിടെ ഈ മെന്റാലിറ്റി ഓഫ് ഡെമോക്രസി ഈ മാനേജ്മെന്റിൽ എത്താത്തത് കൊണ്ടാണ്. കാരണം എന്താ, അവരുടെ മെന്റാലിറ്റി എന്താ, ഇവര് പൈസ കൊടുക്കാതെ പഠിക്കുന്ന പിള്ളേരല്ലേ. പൈസ കൊടുത്ത് പഠിക്കുന്ന പിള്ളേർക്ക് ഏറ്റവും നല്ല റൂമുകൾ കൊടുക്കും, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ പൈസ കൊടുത്ത് കയറുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല റൂമുകൾ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും അവരുടെ ഹോസ്റ്റലിലും കോളേജിലും ചെന്ന് തപ്പി നോക്കണം. എന്നിട്ട് അത് നിങ്ങൾ ഉറപ്പുവരുത്തണം, ഈ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചറലി ബാഡ് അല്ലെങ്കിൽ ഏറ്റവും സ്പേഷ്യലി ബാഡ് ലൊക്കേഷൻസിലാണോ നിങ്ങളുടെ സഹപാഠികളായിട്ടുള്ള ദളിത് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ആദിവാസി വിദ്യാർത്ഥികൾ താമസിക്കുന്നതെന്ന്. അത് ഭയങ്കര ഒരു വലിയ റെവലേഷൻ ആയിരിക്കും അത് നോക്കിയാൽ. കാരണം ഒന്നിൽ കൂടുതൽ ദളിത് റൈറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു ഇതുപോലത്തെ ഉള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഈ വിജില ചേച്ചിയുടെ വർക്ക് വായിച്ചിട്ട് അത് കഴിഞ്ഞ് രജനി പാലപ്പറമ്പിലിന്റെ വർക്കിൽ ഈ നെല്ലിമരം പുല്ലാണ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ദളിത് സ്ത്രീ ഓട്ടോബയോഗ്രഫി ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു മുഴുനീള ഓട്ടോബയോഗ്രഫി വന്നിട്ടുള്ളത് രജനി പാലപ്പറമ്പിലിന്റെ ആണ്. അവരുടെ വർക്കിൽ ഇത് ഈ ഒരു ട്രോപ്പ് റിപ്പീറ്റഡ് ആകുന്നുണ്ട്. ഇപ്പൊ രണ്ട് കാലഘട്ടങ്ങളിലുള്ള ഒരു 10 വർഷം വ്യത്യാസം ഉണ്ടായിരിക്കും ഇവർ തമ്മിൽ, അല്ലെങ്കിൽ 5 വർഷം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവരെ രണ്ടുപേരുടെയും വർക്കിൽ ഒരുപോലെ ഈ ഒരു തീം വന്നപ്പോൾ എന്റെ മേഖലയിൽ ഇത് അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇതേ എന്താ പറയുന്ന ടെൻഡൻസി അല്ലെങ്കിൽ ഇതേ ബിഹേവിയർ, ഇതേ ആറ്റിറ്റ്യൂഡ് ദളിത് കുട്ടികളോട് എടുക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾ ഉൾപ്പെടെ കൂടുതൽ ജോലി വരുമ്പോൾ, അല്ലെങ്കിൽ ബാത്റൂം കഴുകേണ്ട ഡ്യൂട്ടി വരുമ്പോൾ, പലപ്പോഴും മെസ് കമ്മിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിന്റെ ക്യാച്ച് കിടക്കുന്നത് പല സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ മെസ്സിൽ ജോലി ചെയ്യാൻ ഏർപ്പാടാകുന്നത്. പക്ഷെ സ്പെഷ്യൽ കണ്ടീഷൻസ് വരുമ്പോൾ, ഏതെങ്കിലും ഒരു ബാച്ചിന് ഒരു പ്രാവശ്യം കൂടെ ജോലി എടുക്കേണ്ട വരുമ്പോൾ, ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ നമുക്കവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഏത് ടൈപ്പ് ഓഫ്
കുട്ടികളെയാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് കുട്ടികളെയാണ് യൂസും, ഞാനതിനെ എക്സ്പ്ലോയിറ്റ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കിയാൽ ഇപ്പോഴും പല രീതിയിൽ കാസ്റ്റ് വ്യാപരിക്കുന്നതും അതിന്റെ ടെന്റാക്കിൾസ് എത്രത്തോളം ഡീപ്പാണെന്ന് മനസ്സിലാകും. ഇന്നും ഓഫീസ് ചർച്ചകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ചർച്ചകളിൽ പലപ്പോഴും ദളിത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ആദിവാസി കുട്ടികൾക്ക് മാർക്ക് കുറവ് കിട്ടുമ്പോൾ അത് അവർക്ക് സാധാരണ മാർക്ക് കിട്ടാറില്ല എന്ന് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ ഞാൻ കണ്ടു. എന്നാൽ ഇതേ ലോജിക്ക് ഒരു സവർണ പാരമ്പര്യത്തിൽ നിന്നുള്ള കുട്ടി ഫെയിൽ ചെയ്യുമ്പോൾ ഈ ലോജിക്ക് അവിടെ അപ്ലൈഡ് അല്ല. അവിടെ ആരും പറയുന്നില്ല ആ കുട്ടി അല്ലെങ്കിലും ജാതിപരമായിട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് കാരണമാണ് ആ കുട്ടി ഫെയിൽ ചെയ്തെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മാത്രം പഠനക്കുറവോ അല്ലെങ്കിൽ കുട്ടിയുടെ മാത്രം കോട്ടൻകോട്ട് ബുദ്ധിക്കുറവോ, ഞാനങ്ങനെ ഒരു കുട്ടിക്കും ബുദ്ധിക്കുറവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു എക്സാമ്പിളിന്റെ സേക്കിന് വേണ്ടി പറയുകയാണ്, ബുദ്ധിക്കുറവായിട്ട് മാത്രം ആരോപിക്കപ്പെടുകയും ദളിത് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദളിത് കുട്ടികൾ ഫെയിൽ ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ ഫെയിലിയർ ആയിട്ടും എത്ര നമ്മൾ പരിശ്രമിച്ചാലും ടീച്ചബിൾ ആയിട്ടുള്ള അൺനോളജബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ്ഡ് ആകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, ഇന്ന് നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സംഘടനകളുടെ യൂത്ത് വിങ്സിന്റെയും പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. റിസർവേഷൻ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യം, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യമാണ്. ആ മൂല്യം അത് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ കാറ്റഗറീസ് എന്നുള്ളത് ഇക്വാലിറ്റി എന്നുള്ള ഒരു മൂല്യത്തിന്റെ അകത്ത് ഉള്ള സങ്കല്പമാണ് എന്ന് നമ്മൾ മറന്നു പോകുകയും നമ്മൾ വീണ്ടും വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ മോറൽസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ എന്ന് പറയുന്നതിൽ അതിലൊരു വാല്യൂ റിസർവേഷൻ ആണ്, ആ റിസർവേഷനെ മനസ്സിലാകാതിരിക്കുകയും അല്ലെങ്കിൽ ആ റിസർവേഷനെ മനസ്സിലാക്കിയ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് പോലും ഒരു ക്യാമ്പസിൽ റിസർവേഷനെ കുറിച്ചുള്ള ചർച്ചകൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മോറൽസിന് വേണ്ടിയാണോ നിലകൊള്ളുന്നതെന്ന് എന്ന് എനിക്ക് പലപ്പോഴും ഉത്കണ്ഠ വന്നിട്ടുണ്ട്. ഞാൻ പല പാർട്ടിയിലുള്ള സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിസർവേഷനെ കുറിച്ചൊരു ഡിബേറ്റ് വെക്കണമെന്നുള്ള ആ ഒരു ധൈര്യം പോലും പലപ്പോഴും കാണിക്കാറില്ല. ആ ധൈര്യം കാണിക്കാത്തത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഡീപ്പായിട്ടൊരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാൻ റെഡിയാകുമ്പോൾ, അതിനു വേണ്ടി കുറച്ച് വായിക്കാൻ റെഡിയാകുമ്പോൾ, അതിനുവേണ്ടി കുറച്ച് ലേബർ എടുക്കാൻ, എനിക്കെതിരെ എന്ത് വാദം വന്നാലും ആ വാദത്തിനെ പൊളിച്ചു കളയാനുള്ള വായനയും നോളജും റിസർവേഷനെ കുറിച്ചും ഇക്വാലിറ്റിയെ കുറിച്ചും ഞാൻ കരസ്ഥമാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയമുള്ള ഒരു സെറ്റ് ഓഫ് കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ വന്നാൽ ആ ഡിബേറ്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനും ആ ഡിബേറ്റ്സിലൂടെ ക്യാമ്പസിൽ ഒരു മെന്റാലിറ്റി ഓഫ് ഡെമോക്രസി തന്നെ എത്തിക്കാനും നമുക്ക് കഴിയും. പക്ഷെ നമുക്ക് എല്ലാം പേടിയാണ്, ഈ ഒരു വിഷയത്തിനെ തൊടാൻ തന്നെ പേടിയാകുന്ന, അല്ലെങ്കിൽ ജാതിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോഴും എവിടെയോ കിടക്കുന്ന ജാതി എന്നുള്ള രീതിയിൽ മാത്രം ജാതിയെ അകറ്റി നിർത്തുന്ന രീതിയിൽ ഉള്ള ഒരു ഘടനാക്രമമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിക്കുന്ന ഒരു ലാർജ് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് പലപ്പോഴും വളരെ പ്രൈഡോടെ പറയുന്നത് നമുക്ക് കേൾക്കാമോ, എനിക്ക് ജെൻഡർ വിഷയങ്ങളെ കുറിച്ച് അത്ര അറിയില്ല, എനിക്ക് സോഷ്യൽ ജസ്റ്റിസ് വിഷയങ്ങളെ കുറിച്ച് അറിയില്ല. അത് ആക്ച്വലി നിങ്ങൾക്ക് ബേസിക് മാത്സ് അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഒന്നും കൂട്ടിയാൽ 2 ആണെന്ന് അറിയില്ല എന്ന് അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ അഭിമാനത്തോടെ പറയുമോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ബേസിക് സയൻസ് എനിക്ക് അറിയില്ല എന്ന് ഞാൻ അഭിമാനത്തോടെ പറയില്ലല്ലോ. അവരെന്തോ കുറച്ചിലുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ കാണപ്പെടും. അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ജെൻഡർ ജസ്റ്റിസ് എന്താണെന്ന് അറിയില്ല എന്ന് ചോദിച്ചാൽ അയ്യോ അതെന്താ നിങ്ങൾക്ക് അറിയാത്ത എന്ന് കളിയാക്കപ്പെടുന്ന രീതിയിൽ ആൾക്കാർക്ക് അത്രയും നോർമലൈസ് ആകേണ്ട വാല്യൂസ് ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്ന, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. പക്ഷെ ഇപ്പോഴും നമ്മളങ്ങ് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സയൻസ് ആൾക്കാർ ഇതിലൊന്നും ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. ഇപ്പം NEP പോലെ ഇത്ര വലിയൊരു ഡെമോക്രസ് സോഡ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ പോലും അതിന്റെ സാധ്യതകളാണ് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് എന്നുള്ളത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോലും ഇക്വാലിറ്റി ആസ് എ മോറൽ എത്ര സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു സർവേ നടത്തുകയാണെങ്കിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും
1833 ചാർട്ടർ ആക്ട് തൊട്ട് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതൊട്ടുള്ള ടൈം ലൈൻ ബേസ്ഡ് ക്രൊണോളജി മാത്രം പഠിപ്പിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് സിലബസുകൾ വരെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിലബസ് വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ ഇതിനുള്ള പോസിബിലിറ്റി റിസർവേഷൻ ഡിബേറ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഉന്നയിച്ച ടീച്ചേഴ്സിന് കളിയാക്കലുകളാണ്. ഇതിൽ പലതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര ഉറപ്പോടെ പറയുന്നത്. കളിയാക്കലുകളാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ തിരിച്ച് പറയുന്നതോ അത് വലിയ ക്യാമ്പസിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ബാക്കിയുള്ള ടീച്ചേഴ്സ് പലപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ഉന്നയിക്കുന്ന ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് വളരെ കുറവാകുകയും മറ്റേ സൈഡിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് വളരെ, അതും പല പല ലെഫ്റ്റ് പാർട്ടീസും തന്നെയുള്ള ടീച്ചേഴ്സ് ആണ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്നും പറയാൻ എനിക്ക് അതൊരു മടിയില്ല. പക്ഷെ ഈ ഒരു പേടി, ഈ റിസർവേഷൻ ഡിബേറ്റ്, ഈ ഒരു പേടി വരുന്നത് എന്താണ്, നോളജ് കുറവിൽ നിന്നാണ് ഒന്ന്. രണ്ട്, പേടി വരുന്നത് വരേണ്യ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇടങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ സൃഷ്ടിക്കപ്പെടും എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ അധ്യാപക വിഭാഗങ്ങളുടെ മെന്റാലിറ്റി ഡെമോക്രറ്റൈസ് ആയാൽ മാത്രമേ, അഡ്മിനിസ്ട്രേഷന്റെ മെന്റാലിറ്റി ഡെമോക്രറ്റൈസ് ആയാൽ മാത്രമേ സിലബസുകൾ ചേഞ്ച് ചെയ്യുകയുള്ളൂ. സിലബസും കരിക്കുലയിലും റിസർവേഷൻ ഉൾപ്പെടെയുള്ള മാർജിനലൈസ്ഡ് മനുഷ്യർക്കുള്ള ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സോഷ്യൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ക്യൂർ വിഷയങ്ങൾ ഉൾപ്പെടെ ഉള്ള ഡിസേബിലിറ്റി റൈറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് സ്ട്രീം യു ആർ സ്റ്റഡി, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ക്യാമ്പസുകൾ സജീവമായാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാൽസ് അല്ലെങ്കിൽ അംബേദ്കർ ആശയങ്ങൾ, ഫൂലെയുടെ ആശയങ്ങൾ, പെരിയാറിന്റെ ആശയങ്ങൾ, പൊയ്കയിൽ അപ്പച്ചന്റെ ആശയങ്ങൾ ക്യാമ്പസുകളിൽ എത്തുകയുള്ളൂ. ആ ക്യാമ്പസ് സ്പേസസ് ക്രിയേറ്റഡ്, ആ ഒരു ക്യാമ്പസ് സ്പേസസ് ക്രിയേറ്റഡ് അല്ലാത്തതിന്റെ റിസൾട്ടാണ് JNU പോലും നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള, ഞാൻ 8 വർഷം പഠിക്കുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഇന്റർനാഷണലും നാഷണലും ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും അവിടെ കൈകാര്യം ചെയ്യപ്പെടാതെ പോയ, അല്ലെങ്കിൽ അവിടെ പോലും JNU പോലും സൈഡ് ലൈൻഡ് ആയി പോയ ഒരു ഡിസ്കോഴ്സ് ആണ് കാസ്റ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. tenets of Marxism or basic tenets of socialism or basic tenets of Ambedkar thought എന്ന് പറയുന്നത് ഇക്വാലിറ്റിയിൽ നിന്ന് എമർജ് ചെയ്യുന്നതാണ്. സോഷ്യൽ ജസ്റ്റിസ് വാദങ്ങൾ പറയാതെ ബാക്കി ഏത് നാഷണലോ ഇന്റർനാഷണലോ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള ഐഡിയയിൽ പ്രിമൈസ്ഡ് ആകാതെ പോയത് കൊണ്ടാണ് ഒരു പ്രശ്നം വന്നപ്പോൾ പല പല ഇത് തടുത്തു നിർത്താൻ ഉള്ള, കംപ്ലീറ്റ്ലി തടുത്തു നിർത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തടുത്തു നിർത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ പലപ്പോഴും കുറഞ്ഞു പോയത്. കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് നമ്മൾ ഇനിയും ഒരുപാട് കാലങ്ങൾ നടക്കാനുണ്ട് എന്നാണ് എന്റെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഇവിടുത്തെ ഉള്ളൊരു പഠനം എനിക്ക് മനസ്സിലായത്. നമ്മൾ പലപ്പോഴും ഒരു ക്യാമ്പസ് ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കിയാൽ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വിമുഖതയുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എന്തിനാണ് എന്ന് പറയുന്ന ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനെ പോലും അല്ലെങ്കിൽ ആർട്സ് സ്റ്റുഡൻസിനെ പോലും നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു പോസ്റ്റ് കോവിഡ് ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസം നിരന്തരമായിട്ട് ഇൻഡിവിജ്വൽ പ്ലഷറിനെയും ഇൻഡിവിജ്വൽ പെർസ്യൂട്ട് ഓഫ് സക്സസിനെയും മാത്രം വീണ്ടും വീണ്ടും അതിലേക്ക് മനുഷ്യന്റെ ഫോക്കസ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസുകളിലാണ്. അതുകൊണ്ടാണ് ഒരു ക്യാമ്പസ് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ ഒരു പ്രസംഗം നടന്നാൽ, ഒരു ഫിലിം സ്ക്രീനിങ് നടന്നാൽ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. കാരണം കളക്ടിവിറ്റീസ് ഫോംഡ് ആകുന്നതിന് എതിരെ ബാക്കിയുള്ള പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ആൻഡ് പെർസ്യൂട്ട് ഓഫ് സക്സസിലേക്ക് നിരന്തരമായിട്ട് ആൾക്കാരെ പിടിച്ചിടുന്നതിന് സോഷ്യൽ മീഡിയക്ക് വലിയൊരു പങ്കുണ്ട്. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്, സോഷ്യൽ മീഡിയ തലപ്പത്തിരിക്കുന്നവരുടെ ഐഡിയോളജികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റൈറ്റ് വിങ് ഫോഴ്സ് തന്നെയാണ്. അപ്പൊ അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഇതിലെ യൂസിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതും ഈ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പെർസ്യൂട്ട്സ് ആണ്. സോ ഈ ക്യാമ്പസിനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഏതൊരു മൂവ്മെന്റ് നിങ്ങൾ വേൾഡിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന്റെയൊക്കെ ഫൾക്രംസ് തുടങ്ങുന്ന, അതിന്റെയൊക്കെ ഒരു ചാലക ശക്തി
ശക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അത് ടീച്ചർ സ്റ്റുഡന്റ് യൂണിറ്റിയുടെ ഭാഗമായിട്ട് ക്യാമ്പസിൽ മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ ആശയങ്ങൾ. കാരണം എപ്പോഴും യങ് ആയിട്ടുള്ള പീപ്പിൾ ആണ് ഈ പുതിയ ആശയങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതും പുതിയ രീതിയിൽ ചർച്ചകൾക്ക് വേണ്ടി റെഡി ആയിട്ട് ഉണ്ടായി വരുന്നതും. പക്ഷെ അങ്ങനെ ഒരു സ്പേസിന്റെ എലിമിനേഷൻ തന്നെ നമുക്കൊരു കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഗ്രാംഷിയൊക്കെ ഇറ്റലിയിൽ മോഡേൺ സ്കൂളിന്റെ എവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എംപ്ലോയബിൾ എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മൾ NEP-യുടെ ബസ് വേർഡ്സ് ഇതൊക്കെ തന്നെയാണ്. എംപ്ലോയബിലിറ്റി, ഔട്ട്കം എന്നുള്ള ഈ ബസ് വേർഡ്സ് മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി മാത്രം നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ജോലിക്ക് വേണ്ടി മാത്രം ഒരു ഡിഗ്രി കരസ്ഥമാക്കാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷനെ തന്നെ ഇൻഡസ്ട്രി എന്നുള്ളൊരു നുഖത്തിലേക്ക് കെട്ടിയിട്ട് ആ ഒരു വണ്ടിക്ക് പുറകെ ഓടുന്ന ജീവികളാക്കി നമ്മളെ മാറ്റിയ പ്രക്രിയയാണ് NEP കൂടെ നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് ഓൾസോ ബിൻ ത്രസ്റ്റ് ഓൺ us. നമ്മളും അതിന്റെ പുറകെ പോവുകയാണ്. സോ അവിടെയാണ് ക്യാമ്പസിലെ യൂത്ത് വിങ്സ്, അല്ലെങ്കിൽ അവിടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, സോഷ്യലിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഉണർന്നെണീറ്റ് പ്രവർത്തിക്കേണ്ടത്. ഞാനൊക്കെ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് എൻ്റെ സ്റ്റുഡൻസിനെയും നിങ്ങളെയൊക്കെ കാണുന്നത്. കാരണം ഇഫ് യു ഡു നോട്ട് ഡു ദാറ്റ്, ഓൾ വിൽ ബി ലോസ്റ്റ്. ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ വളരെ സാച്ചുറേറ്റഡ് ആയിട്ട് പലപ്പോഴും നമ്മൾ കാണുന്ന പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി മാത്രം നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അധ്യാപനത്തിന് വെറും ഒരു ജോലിയായിട്ട് മാത്രം കാണുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ അതിപ്രസരം ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്, എനിക്ക് ആ വാക്ക് പോലും ഭയങ്കര ദേഷ്യമുള്ള ഒരു വാക്കാണ്. അതായത് കമ്പനികളുടെ ഒരു കോർപ്പറേറ്റ് ലോജിക്കിലാണ് ഈ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള വാക്കൊക്കെ തന്നെ ഉണ്ടായി വരുന്നത്. പക്ഷെ അവരുടെ ആ ലോജിക്കിൽ പോലും സ്റ്റുഡൻസിനെയാണ് ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതൊരു റെക്കഗ്നീഷൻ കൂടിയാണ്. വിദ്യാർത്ഥികൾ എന്നുള്ളതൊരു ചാലക ശക്തിയാണ് എന്നുള്ളൊരു റെക്കഗ്നീഷൻ NEP പോലത്തെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു പോളിസിയിലും ഡോക്യുമെന്റിലും ഉണ്ടെങ്കിൽ ഇതിനൊരു ചേഞ്ച് വരുത്താൻ, ആ ചേഞ്ചിന്റെ ഫൾക്രമായിട്ട് മാറാൻ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ കഴിയുള്ളൂ. അതിന് നമ്മുടെ ക്യാമ്പസ് ഡിസെന്റിന്റെ സ്പേസസ് ആക്കി മാറ്റിയേ മതിയാകുള്ളൂ. കാരണം ഒരു ചേഞ്ച് വരുന്നത് ഇപ്പൊ എന്നെ പോലെ ഒരാൾ, ഞാൻ വളരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇല്ലാതെ, അല്ലെങ്കിൽ മാർക്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ അക്കാഡമിക്കലി മാത്രം കാണുന്നത്, പെരിയാർ ഭൂലെ വായനകൾ ഉണ്ടെങ്കിലും അതെന്റെ അക്കാഡമിക് എസ്സേസ് മാത്രം എഴുതാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരാള് ഗാൽവനൈസ്ഡ് ആകുന്നത് രോഹിത് വെമുലയുടെ മരണത്തോടെയാണ്. രോഹിത് വെമുല മൂവ്മെന്റിലാണ് ഞാൻ ആദ്യം ആയിട്ടൊരു പ്രൊട്ടസ്റ്റിന്, അതിനു മുമ്പേ പ്രൊട്ടസ്റ്റിന് പോയിരുന്നെങ്കിലും നിരന്തരമായിട്ട് പ്രഗതി മൈതാനിൽ പോവുകയും ഈ മൂവ്മെന്റിന്റെ കൂടെ നിന്നേ മതിയാകൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന കാസ്റ്റ് ഔട്ട് കാസ്റ്റിന്റെ വോളണ്ടിയേഴ്സിന്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം കാരണമാണ്. അത്രയും ഗാൽവനൈസ് ചെയ്തൊരു ഇൻസിഡന്റ് ആയിരുന്നു രോഹിത് വെമുലയുടെ മരണം. എന്നെ സംബന്ധിച്ച് നോബഡി ഈസ് സേഫ് എന്നുള്ള ഒരു ഐഡിയ ഇത്രയും കൃത്യമായിട്ട്, അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ തന്നെ അതിപ്രഗത്ഭരമായിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സക്സസിനെ പെർസ്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് ചെയ്ത് മെറിറ്റിനെ കാണാൻ പറ്റില്ല. മെറിറ്റ് എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സക്സസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തിൽ വമ്പനാകുന്നതോ അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ആളാകുന്നതോ അല്ല സക്സസ്. സാമൂഹിക ക്രമം മാറ്റാൻ നമ്മൾ അതിൽ ഒരു സ്പാർക്കായിട്ട് മാറുന്നതാണ് സക്സസ് എന്ന് നമ്മുടെ ചിന്തകളെ റീഓറിയന്റ് ആണ് രോഹിത് വെമുലയുടെ മാർട്ടിയർഷിപ്പ് നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെ എന്നെ പോലെ ഗാൽവനൈസ് ആയിട്ട് എത്രയോ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. പക്ഷെ വി ഷുഡ് നോട്ട് ഹാവ് അനദർ മാർട്ടിയർഷിപ്പ്. റേദർ നമ്മുടെ ക്യാമ്പസ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ, അവർ നോളജ് ഓറിയന്റഡ് കമ്മ്യൂണിറ്റീസ് ആയി മാറുകയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ആയിട്ടുള്ള ഐഡിയാസിനെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിനെ റീവിസിറ്റ് ചെയ്യാനുള്ള അതിന് പുറകിൽ വലിയ ലേബർ വേണ്ടി വരും. ആ ലേബറിന് റെഡിയാകുകയാണെങ്കിൽ നമ്മൾ വീണ്ടും സോഷ്യലിസ്റ്റ് സ്റ്റഡി സർക്കിൾസ് ഒരു സമയത്ത് ഉണ്ടായിരുന്നതാണ്, കേരളത്തിലും ഉണ്ടായിരുന്നതാണ്.
അത് റിവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫെമിനിസ്റ്റ് സ്റ്റഡി, ക്യൂർ സ്റ്റഡി സർക്കിൾസ് റിവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനുള്ള എഫേർട്ട് നമ്മൾ എടുക്കാൻ റെഡിയാണെങ്കിൽ അംബേദ്കർ വിഭാവന ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയാസ് നമ്മുടെ ക്യാമ്പസുകളിൽ വരും. അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റൈസ്ഡ് ആയിട്ടുള്ള വലിയ എഞ്ചിന്റെ ഓരോ സ്പോക്കുകളായിട്ട് നമ്മൾ ഓരോരുത്തർക്കും പ്രവർത്തിക്കേണ്ടി വരും. ഇതിൽ ഫോർമർ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മാം. നമുക്ക് ജാതിയെ പറ്റി, ജാതി വേറെ നടക്കുന്ന മനുഷ്യരെ പറ്റി, അതുപോലെ തന്നെ റിസർവേഷനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ട ആവശ്യകതയെ പറ്റി, ക്യാമ്പസിൽ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു സെഷനായിരുന്നു അത്. താങ്ക് യു. അതുപോലെ തന്നെ എനിക്ക് റീസെന്റ് ആയിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തമിഴ്നാട്ടിലൊരു ഫീൽഡ് വിസിറ്റിന് പോയപ്പോണ്ടൊരു അനുഭവം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവിടെ പോയ സമയത്ത് നമ്മൾ കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 24-25 +2 വരെ പഠിച്ചിട്ടുള്ള 24-25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പം നമ്മൾ അവരോട് സംസാരിച്ചപ്പം അതായത് എന്തുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യേണ്ടി വന്നു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. അവര് ജാതീയമായിട്ട് സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതാണ്. അപ്പം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് ജോലി നൽകി അവരെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് ഈ കാണുന്നത്. അപ്പം ഇവരോട് ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പം അവർക്ക് ഉത്തരം പറയാൻ പേടിയായി, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ ആള് വന്ന് പറയാണ് അതൊരു സോഷ്യൽ വർക്കാണ്, അതുകൊണ്ടാണ് അവരെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം ഏത് വിധത്തിലുള്ള ആളുകള് ഏതൊക്കെ തരത്തിലുള്ള ജോലികളിലേക്കാണ് തള്ളിവിടുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പം അവർക്ക് പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാണ്. +2 കഴിഞ്ഞ് ഡിഗ്രി ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ നിർത്തേണ്ടി വന്നിട്ടുള്ള ഒരാളായിരുന്നു അവർ. അപ്പം അവർക്ക് ജോലി നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് അവരെവിടെ കൊണ്ടാണ് ഈ പറയുന്ന പുരോഗമന സമൂഹം അല്ലെങ്കിൽ ഈ വളരെ പ്രോഗ്രസീവ് കാര്യങ്ങൾ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പം ഈ സോഷ്യൽ വർക്കർ എന്നുള്ള പേര് അതായത് ഒരു ചോയ്സും ഇല്ലാത്ത മനുഷ്യർക്കാണ് ഇത്തരത്തിലുള്ള പട്ടം വെച്ച് നൽകുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ വിദ്യാർത്ഥികളുണ്ട്, അവരെ ക്ഷണിക്കുകയാണ്. എനിക്ക് അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അപർണ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അപർണയെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു. നമ്മളുടെ ഇവിടുത്തെ ഇന്നത്തെ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തിലുള്ളതും പ്രഗത്ഭവുമായിട്ടുള്ള 2 അവതരണങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണെങ്കിലും സംസാരിച്ചവര് വളരെ ആ ഒരു വിഷയത്തിന്റെ ഒരു ഉൾക്കാമ്പ് അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും സമയം വളരെയധികം വൈകിട്ടുണ്ട്. പിന്നെ ആ ഒരു വിഷയത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് കടക്കേണ്ടുന്ന ആവശ്യകതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ നിരവധി മാളവിക മാം കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വളരെ മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഒരു ബേസിക് പ്രശ്നം, ഈ വിഷയത്തിന്റെ കാതൽ എവിടെയാണ് കുടികൊള്ളുന്നത്, ഇതിന് എങ്ങനെയാണ് പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച് AIDSO മനസ്സിലാക്കുന്ന കാഴ്ചപ്പാട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു വിമർശനാത്മക ബുദ്ധിക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ ക്രിട്ടിക്കലായിട്ട് അതിനെ കാണണം, യുക്തിപൂർവം പരിശോധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട്
വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുടെ അതിന്റെ അടിസ്ഥാനം, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്കണോമിക് സിസ്റ്റം ആണ്. അപ്പൊ ആ എക്കണോമിക് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് അനുരോധമായിട്ടുള്ള ഒരു സൂപ്പർ സ്ട്രക്ചറും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു ലെഫ്റ്റ് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ കൂടി ഐഡിയൽസോ മനസ്സിലാക്കുന്നത് ഇതൊരു മുതലാളിത്ത വ്യവസ്ഥിതിയാണ്. അതിന്റെ മെറ്റീരിയൽ ആൻഡ് ഐഡിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ആശയപരവും ഭൗതികപരവുമായിട്ടുള്ള ഉൽപാദനം നടക്കുന്നത് മുതലാളി തൊഴിലാളി ബന്ധത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറയിന്മേലാണ് ഇത് നടക്കുന്നത്. അപ്പോ അവിടെ അത്തരം ഒരു സൊസൈറ്റിയുടെ ആ ഒരു സാമ്പത്തിക അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് രാഷ്ട്രീയപരവും നിയമപരവും തത്വചിന്താപരവും തത്വശാസ്ത്രപരവും നൈതികവും കലാപരവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ സൂപ്പർ സ്ട്രക്ചറിൽ, ഇതിന്റെ ഉപരിഘടനയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കലും അത് നിഷ്ക്രിയമായിരിക്കാൻ ഒരു സൂപ്പർ സ്ട്രക്ചറിന് ഒരിക്കലും പറ്റില്ല. അതല്ലെങ്കിൽ ആ ഒരു ബേസിന് അതീതമായി നിൽക്കാനും അതിന് കഴിയില്ല. സൂപ്പർ സ്ട്രക്ചർ എപ്പോഴും ആ ഒരു അടിത്തറയെ ബലപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഈ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം അത് നിലനിൽക്കുന്ന ഈ ഒരു മുതലാളിത്ത വ്യവസ്ഥിതി അതിന്റെ സാമ്പത്തിക അടിത്തറയെ ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അതിന് ഭരണാധികാരികൾ, ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഈ തൊഴിലാളി ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ വ്യവസ്ഥിതിയെ അതിൽ റൂൾ ചെയ്യുന്നത് ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകളാണ്, കോർപ്പറേറ്റുകളാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഒരു ആയുധമായിട്ടാണ് നമ്മളെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ തൊഴിലാളികളെ കഷ്ടപ്പെടുത്തുന്ന, പണിയെടുക്കുന്ന, അതല്ലെങ്കിൽ തന്റെ അധ്വാനം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും തൊഴിലാളികളാണ്, തൊഴിലാളി വർഗത്തിൽ വരുന്ന ആളുകളാണ്. അവിടെ വിദ്യാർത്ഥി എന്ന വ്യത്യാസമില്ല, അധ്യാപകരെന്ന വ്യത്യാസമില്ല. ഈ ഒരു 99% ഈ വർക്കിംഗ് ക്ലാസ്സിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ അവരുടെ ചിന്താഗതികളെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഇവരുടെ ചിന്താഗതികളെ എങ്ങനെ സ്വാധീനിക്കണം എന്നുള്ളതിന്റെ അതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കർത്തവ്യം. അങ്ങനെ ഒരു ടൂളായിട്ടാണ് നമ്മളുടെ ഭരണാധികാരികൾ എഡ്യൂക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ച് നാം ആദ്യം പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്നത്, അപ്പോൾ ഇതിന്റെ കീഴിൽ വരുന്ന ഒരു പ്രശ്നങ്ങളും അത് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ജാതി വിവേചനം, റിസർവേഷൻ അത് ഇല്ലാതാക്കപ്പെടുന്ന തന്നെ സാഹചര്യം, നമുക്ക് ലഭിക്കേണ്ടുന്ന ഗ്രാന്റുകൾ, ഫെലോഷിപ്പുകൾ അതെല്ലാം കട്ട്ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എഡ്യൂക്കേഷന്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊരു സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്ന, ശാസ്ത്രബോധമുള്ള, സാംസ്കാരിക മൂല്യങ്ങളുള്ള, നൈതിക മൂല്യങ്ങളുള്ള, എന്തിന് അധികാരത്തോട് സത്യം വിളിച്ചു പറയാൻ കെൽപ്പുള്ള മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ഒരു പ്രോസസ്സാണ് വിദ്യാഭ്യാസത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അപ്പൊ ആ ഒരു കാര്യത്തെ തകർത്തുകൊണ്ട് ആണ് നമ്മളുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പം മാം വളരെയധികം തവണ NEP കോട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ആ NEPയുടെ കോർ ഇതെന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും തലയിൽ കെട്ടിവെക്കുക. മാക്സിമം പ്രൈവറ്റൈസേഷനെ പറ്റി രാമകൃഷ്ണൻ സാർ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചു. സാർ അതിനെപ്പറ്റി വളരെ വേദനയോടുകൂടി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പ്രൈവറ്റൈസ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവിടെ വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു പോളിസിയാണ് നമ്മളുടെ എഡ്യൂക്കേഷനിസ്റ്റുകൾക്കുണ്ട്. അതോടൊപ്പം മാം ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് ഇംപ്ലിക്കേഷൻസ് NEPക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോളിസി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇങ്ങനെ വളരെ ക്ലാസ് ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ക്ലാസ് ഡിവൈഡഡ് എന്ന് പറയുമ്പം ചരിത്രപരമായി തന്നെ വൈരുദ്ധ്യത്തിലായിട്ടുള്ള, ശരിക്കും വളരെ ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള, ശത്രുതാപരമായ ഒരു വൈരുദ്ധ്യത്തിലായിരിക്കുന്ന രണ്ട് ക്ലാസുകൾ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ എന്ത് പോളിസി കൊണ്ടുവന്നാലും രണ്ടുപേർക്കും ഒരേപോലെ, രണ്ടുപേർക്കും ഇൻട്രസ്റ്റിനെ സെർവ് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസി നമുക്ക് ഒരിക്കലും ഒരു കാര്യവും ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല.
അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ഇൻട്രസ്റ്റിനെ ആയിരിക്കും അത് സെർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റൂളേഴ്സിന്റെ, നമ്മളുടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അധികാരം കൈയാളിയിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് ആണ് എന്ന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം, അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും NEP-യുടെ ഇംപ്ലിമെന്റേഷനിൽ നമ്മളുടെ സംസ്ഥാനത്തെയും നമ്മളുടെ രാജ്യത്തെയും വിവിധ സംഘടനകൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു വ്യഗ്രത, അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയിൽ തന്നെ ഉണ്ട് അവരുടെ കോർ ഇൻട്രസ്റ്റ് എവിടെയാണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ വിഷയങ്ങളെ ഈ ഒരു ബേസ് ഇതിൽ നിന്ന് കാണണം. അപ്പൊ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇതിനെ എങ്ങനെ ഇപ്പോ ഇതിനൊരു പരിഹാരം ഈ നമ്മളെ തൊഴിലാളികളുടെ താല്പര്യം സെർവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ സ്ഥാപിക്കപ്പെടണം, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഒരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇവിടെ അത്തരത്തിൽ ഇവിടുത്തെ 99% വരുന്ന ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പോളിസികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്ന് അത് മനസ്സിലാക്കണം. അത് സ്വാഭാവികമായിട്ടും സയന്റിഫിക് സോഷ്യലിസത്തിൽ തന്നെയാണ് അതിന്റെ ഉത്തരം കുടികൊള്ളുന്നത്, മാർക്സിസത്തിലാണ്. മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ പ്രയോഗവൽക്കരണത്തിലൂടെ അല്ലാതെ സോഷ്യലിസത്തിലൊക്കെ എഡ്യൂക്കേഷൻ രംഗത്ത് സോവിയറ്റ് യൂണിയൻ കൈവരിച്ച നേട്ടങ്ങളെ പറ്റി നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിലേക്ക് ആ രാജ്യത്തിന് വളരാൻ കഴിഞ്ഞത് ആ ഒരു സ്റ്റേറ്റ് വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ വളരെ വലിയ ഒരു ഒരു പരിശ്രമത്തിലൂടെയാണ് അങ്ങനെ ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സൊസൈറ്റിയിൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. നമ്മളുടെ എന്ന് കരുതി എന്നാ പിന്നെ ഈ പ്രശ്നങ്ങളിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല, സോഷ്യലിസം വരണം എന്ന് കരുതിയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ച് ഡെമോക്രാറ്റിക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ, ജനങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏതൊരു ചരിത്ര കാലഘട്ടത്തിലും അനീതിക്കെതിരെ മുന്നോട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും ആദ്യം. അപ്പൊ നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവിടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ്സ് വളർത്തിയെടുക്കുക, അതിന് അധികാരിക വർഗത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക, അത് സന്ധിരഹിതമായി അൺകോംപ്രമൈസിങ്. അത് സാറിന്റെ സ്പീച്ചിൽ സാറ് വേർഡ് വളരെ പർട്ടിക്കുലർ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അൺകോംപ്രമൈസിങ് ആയി നമ്മൾ സമരങ്ങൾ നടത്തേണ്ടി വരും. നിരവധി സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. കർഷക സമരം ഉൾപ്പെടെ അത്തരത്തിൽ അൺകോംപ്രമൈസിങ് സ്ട്രഗിൾസിന്റെ മാതൃകകളാണ്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നടക്കം അൺകോംപ്രമൈസിങ് ട്രെൻഡിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരുടെ ജീവിത പാഠങ്ങൾ, നേതാജിയും ഭഗത് സിംഗിനെയും പോലെയുള്ള ആളുകളുടെ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇഷ്യൂസിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം കാണാനുള്ള ഒരു ഇതിലേക്ക് നാം കടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ സെക്യുലറിസം ആൻഡ് ഡെമോക്രസി, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ് അത് സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്. അതിലൂടെ അല്ലാതെ നമ്മളെ ക്യാമ്പസുകളിൽ അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിഭാവന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടെ വിഭാവന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു അംശം നമുക്കത് എത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷെ വളരെ ദൗർഭാഗ്യകരമാണ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ സോക്കോൾഡ് ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഉൾപ്പെടെ സൊസൈറ്റിയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ്. യഥാർത്ഥത്തിൽ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃത്യാതീതമായ ഒന്നുമില്ല, പ്രകൃത്യാതീതമായ ശക്തികളുടെ എക്സിസ്റ്റൻസിനെ നിഷേധിക്കുക എന്നുള്ളതാണ് സെക്യുലറിസത്തിന്റെ അതിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് സെക്യുലറിസത്തിന്റെ അർത്ഥം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോ അവിടെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് റിലീജിയൻ, മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, പൂർണ്ണമായും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ചോയ്സാണ്. അത് അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും അയാൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ രാഷ്ട്രമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒന്നും ഈ മതപരമായ കാര്യങ്ങളിൽ ഒരു കാരണവശാലും അത് ഇടപെടാൻ പാടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അവിടെ വളരെ എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് സ്റ്റാൻഡായിരിക്കണം എടുക്കേണ്ടത്. ആ ഒരു കോർ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അതാണ് ഇവിടെ മെറ്റീരിയലൈസ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ 77 വർഷമോ അല്ലെങ്കിൽ അതിലേറെയായോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റിലീജിയസ് ഫനാറ്റിസിസവും റിലീജിയസ് സെന്റിമെന്റ്സിനെയൊക്കെ
ബിൽട്ടപ്പ് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് അത് ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്, ഈ സോക്കോൾഡ് സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറണം. അതുപോലെ തന്നെ ഈ ഡെമോക്രാറ്റിക് വാല്യൂസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ബോഡീസ് ആയിരിക്കണം. NEP ഏറ്റവും അധികം എയിം ചെയ്ത് അതിനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. തോന്നി ആർക്ക് വേണമെങ്കിലും സിലബസ് നിർണ്ണയിക്കാം, ആർക്ക് വേണമെങ്കിലും അത്തരം അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിർണ്ണയിക്കാം. ഓട്ടോണമസ് കോളേജുകൾ എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രതിഫലനങ്ങളാണ്. കോളേജുകൾക്ക് തന്നെ പരീക്ഷ നടത്താം, സിലബസ് തീരുമാനിക്കാം, എല്ലാ ഫിനാൻഷ്യൽ ഓട്ടോണമി ഉൾപ്പെടെ കൈമാറുകയാണ് കോളേജുകൾക്ക്. അപ്പൊ അത് എഡ്യൂക്കേഷനോടുള്ള ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് നമ്മളുടെ റിനൈസൻസ് ലീഡേഴ്സും നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിലെ അൺകോംപ്രമൈസിങ് ട്രെൻഡിന്റെ ലീഡേഴ്സും എല്ലാം ഉയർത്തിപ്പിടിച്ച സയന്റിഫിക് സെക്യുലർ ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ സമ്പൂർണമായിട്ടും തകർത്തുകൊണ്ടാണ് നമ്മളുടെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. നമുക്ക് നിരവധിയായിട്ടുള്ള മൂവ്മെന്റ്, ഇപ്പൊ NEPയുടെ ഇംപ്ലിമെന്റേഷൻ വന്നു, 2 മാസത്തിനുള്ളിൽ തന്നെ ഫീസ് വർധനവുകളാണ്. കാര്യവട്ടം ക്യാമ്പസിൽ 7,500 12,500 ഫീസ് വർദ്ധിച്ചിരിക്കുകയാണ്. സെമസ്റ്റർ ഫീസ് അത് 1000 രൂപയുടെ അടുത്ത് കടന്നിരുന്ന ഫീസാണ്. പിന്നെ എക്സാം ഫീസ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും വർദ്ധിപ്പിച്ചു. അപ്പോ അങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ കോർ കൺസെപ്റ്റ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചുകൊണ്ട് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടുള്ള ഒരു പോളിസി എന്തൊക്കെ പേര് പറഞ്ഞ് എന്തൊക്കെ പേര് മാറ്റി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെയെല്ലാം വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, സാമ്പത്തികമായി ഇതിലെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വളരെ യോജിച്ച മുന്നേറ്റം, ഞാനത് അടിവരയിട്ട് പറയുകയാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും കൊടികൾക്ക് കീഴിലുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സങ്കുചിതമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ, അതൊന്നും മുന്നിൽ കണ്ടുകൊണ്ടുള്ള മൂവ്മെന്റുകളല്ല കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഹ്യൂമാനിറ്റി ഈസ് ക്രൈയിങ് ഫോർ ലിബറേഷൻ. സോ ആ കോളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ, എഡ്യൂക്കേഷനെ രക്ഷിക്കാൻ, കൾച്ചറൽ വാല്യൂസിനെ രക്ഷിക്കാനല്ല. അത് വരുന്നൊരു നമുക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളാരും പോയി നേടിയെടുത്തിട്ടുള്ളതല്ല, മറിച്ച് എന്തിന് എല്ലാ അവകാശങ്ങളും, ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാനും വഴി നടക്കാനും, നമുക്ക് ഒരു എന്താ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം, വോട്ടവകാശം, അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റിനൈസൻസിനോടും കേരള നവോത്ഥാനത്തിൽ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള മൂവ്മെന്റുകളോടും പാശ്ചാത്യ റിനൈസൻസ് മൂവ്മെന്റിനോട് ഉൾപ്പെടെ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് വളരെയധികം. അപ്പൊ ആ അവകാശങ്ങൾ, നമ്മൾ നേടിയ കാര്യങ്ങളെ നെക്സ്റ്റ് ജനറേഷന് കൈമാറുക എന്ന ആ ഒരു കർത്തവ്യം കൂടെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം നമ്മളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് നമ്മൾ നിർവഹിക്കാൻ. അത് ഒരിക്കലും നമുക്ക് ഡിവൈഡഡ് ആയിട്ട് നിന്നുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അതിന്റെ പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള യൂണിറ്റുകൾ വളർത്തിയെടുത്തുകൊണ്ട്, കൂട്ടായ്മകളും ശക്തമായ പ്രക്ഷോഭങ്ങളും വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കാൻ കാണാൻ കഴിയുകയുള്ളൂ. അതല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മൾ എഫക്റ്റുകളായി തീരും. ബംഗ്ലാദേശ് മൂവ്മെന്റ് അടക്കം നമുക്ക് നൽകുന്ന നിരവധിയായിട്ടുള്ള പാഠങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നാം കൂടുതൽ ഉയർന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് ഇവിടെ നടത്തിയ ഈ ഡിസ്കഷൻ അത് വളരെയധികം എൻലൈറ്റനിങ് ആയിരുന്നു. ഈ ഒരു ദിവസം അത് എടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഇൻവൈറ്റ് ചെയ്തതിൽ വളരെയധികം നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് താങ്ക് യു അപർണ, ഇവിടെ വന്നിട്ട് സംസാരിച്ചതിലും ചിന്തകൾ പങ്കുവച്ചതിലൊക്കെ. അപ്പം അടുത്തതായിട്ട് ഇപ്പം മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ പ്രതികരിച്ച് എത്താമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകള് അസൗകര്യം മൂലം എത്തിയിട്ടില്ല. അപ്പം ഇനിയിപ്പം ചോദ്യം ചോദിക്കാനും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനും അത് സംസാരിക്കേണ്ട ഒരു സമയമാണ്. അപ്പം സംസാരിക്കാൻ തോന്നുന്നു.
മാളവിക മാഡം, എനിക്ക് എന്റെ പേര് ബാബുജി എന്നാണ്. ഞാൻ മാഡത്തിന്റെയും രാമകൃഷ്ണ മാഷിന്റെയും സെഷൻസ് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്തൊരു സംശയം വരുന്ന ഒരു കാര്യം, മാഡം പറഞ്ഞിരുന്ന ഈ എന്താ നമ്മളുടെ ഭരണഘടനയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സംവരണത്തെ പറ്റിയിട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടി ആളുകൾ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. ആ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം സംവരണം എന്തോ ആവശ്യമില്ലാത്തതാണ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ ഒരു പരിധിവരെ വലതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക സംവരണം പോലുള്ള ഒരു കാര്യം വന്നതോടുകൂടി ഇതിനെ ബാക്കിയുള്ള സംവരണങ്ങളൊന്നും ആവശ്യമില്ല എന്നും എല്ലാം സാമ്പത്തിക സംവരണമാണ് ശരിയെന്നും പറയുന്ന ഒരു ബഹുഭൂരിപക്ഷമായിട്ട് നമ്മുടെ സമൂഹത്തില് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പരിധിവരെ സംവരണത്തിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നവർ പോലും സാമ്പത്തിക സംവരണത്തിന്റെ കാര്യം ചർച്ചയിലേക്ക് വന്നപ്പോ, അല്ലെങ്കിൽ സാമ്പത്തിക സംവരണത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോ വല്ലാത്ത മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക സംവരണത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ട്. അതായത് സംവരണ തത്വങ്ങൾ പോലും അവരത്രയും നാൾ പറഞ്ഞിരുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള സംശയം തന്നെ നമുക്ക് ജനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ സംസാരം മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു സംശയമുള്ളത്, നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ആണെങ്കിലും നടത്തിയ വിദ്യാഭ്യാസ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മ പോരാ എന്നും അത് നമ്മൾ ഓൾ പാസ് എന്നുള്ള സമ്പ്രദായത്തിലേക്ക് വന്നുകൊണ്ടാണെന്നും അതുകൊണ്ട് കുട്ടികളെ തോൽപ്പിച്ചാലാണ് നന്നാവുക എന്നും പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് മാറുകയും അതിനെ കേരള സർക്കാർ ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്ത ഒരു മട്ടിലാണ് നിൽക്കുന്നത്. അതിനെതിരായിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ട്, അനുകൂലമായിട്ട് പറയുന്നവരുണ്ട്. സർക്കാർ ഇതുവരെ പൂർണ്ണമായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നും നമുക്ക് പറയാം. പക്ഷെ എൻ്റെ ഒരു സംശയം, ഇങ്ങനെ ഒരു 30 മാർക്കിന്റെ താഴെയുള്ളവരെ തോൽപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് എഴുതി ജയിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും സാമൂഹികമായിട്ട് പിന്തള്ളപ്പെട്ടു പോകുന്നവര് ആയിരിക്കില്ലേ ഇതിനകത്ത് ഈ പറയുന്ന 30 മാർക്കിൽ താഴത്തേക്ക് അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളത് ഒരു മാർക്ക് ഇട്ടിട്ട് ആ മാർക്കിന്റെ പുറത്തേക്ക് വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന തലത്തിൽ വെച്ച് ആ അരിപ്പയില് ഹരിക്കപ്പെട്ടു പോവുക എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കാണുന്ന അത്ര പോലും ഉപരിപഠനത്തിലേക്കോ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസത്തിലേക്കോ എന്തിനധികം സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പോലുമോ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ജാതീയമായിട്ട് താഴ്ന്നു നിൽക്കുന്ന സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതും അത് അവർ വീണ്ടും വീണ്ടും മാർജിനലൈസ് ചെയ്യപ്പെടുവാനും അവർ വീണ്ടും സാമൂഹികമായി പിന്നോക്കം തന്നെ നിൽക്കുവാനും കാരണമാവുകയില്ല എന്ന് ഒരു സംശയമുണ്ട്. ബാബുജി അല്ലെ, ബാബുജി പറഞ്ഞ 2 ഉത്കണ്ഠകളോടും കൂടെ ഞാൻ പൂർണ്ണ യോജിപ്പിൽ തന്നെയാണ്. ആ ഉത്കണ്ഠകൾ തന്നെ ഷെയർ ചെയ്യുന്ന ഒരാളും ആണ് ഞാൻ. ഇത് നമ്മൾ EWSന്റെ കാര്യം നോക്കുകയാണെങ്കിലും SC/ST സബ് ക്ലാസിഫിക്കേഷന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഓവർ റീച്ചിന്റെ 2 വലിയ എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ ഗേ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഞങ്ങളല്ല ഇതിൽ ഡിസിഷൻ എടുക്കേണ്ടത് ലെജിസ്ലേറ്റീവ് ആണ് എന്ന് പറഞ്ഞ് ഒരു കൈയൊഴിയൽ അല്ലെങ്കിൽ ഒരു പാസിംഗ് ദ ബക്ക് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസിയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ലീഗൽ എക്സ്പേർട്സിന്റെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ അവരുടെ സ്കോളർലി ആർട്ടിക്കിൾസോ തന്നെ വായിക്കുകയാണെങ്കിൽ പോലും EWS അതിനെ ബേസ് ചെയ്തിട്ടുള്ള വിധി പ്രഖ്യാപനം നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ SC/ST സബ് ക്ലാസിഫിക്കേഷന്റെ വിധി പ്രഖ്യാപനം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ജുഡീഷ്യൽ ഓവർ റീച്ച് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ആ ജുഡീഷ്യൽ ഓവർ റീച്ചിനോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന സർക്കാരുകളെയും നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടിലും ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് റെപ്രസെന്റേഷന്റെ പൊളിറ്റിക്സ് ആണ്. അതായത് ഹൗ മെനി ദളിറ്റ്സ്, ഹൗ മെനി വിമൻ, ഹൗ മെനി ആദിവാസി പീപ്പിൾ ആർ ബീയിങ് റെപ്രസെന്റഡ് ഇൻ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഹൗ മെനി ഓഫ് ദം ആർ റെപ്രസെന്റഡ് ഇൻ ഇന്ത്യൻ ജുഡീഷ്യറി എന്നുള്ള
സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഫൗണ്ട് കൺഫ്യൂഷൻ, അതായത് റിസർവേഷന് പ്രോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ തന്നെയുള്ള ജാതി ഉത്കണ്ഠകളിലേക്ക്, അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലാകായ്മയുടെ അവർ മനസ്സിലാകാത്തത് അവർ ആ ഒരു കഴിഞ്ഞ ഒരു 50 വർഷമല്ല അതിൽ കൂടുതൽ ആയിട്ട് മേ ബി ഭൂലയുടെ സമയം തൊട്ട് നമ്മൾ റിസർവേഷനെ കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുമുള്ള ലിറ്ററേച്ചർ ഇവിടുത്തെ ദളിത് അല്ലാത്ത ആയിട്ടുള്ള സ്കോളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ജഡ്ജ്മെന്റുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തും നമ്മൾ ഈ ഒരു സൈറ്റേഷൻസ് കാണില്ല. പല പല സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ റിപ്പോർട്ട്സുകൾ ഇവർ സൈറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യയിൽ മെറിറ്റ് എന്നുള്ളത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണെന്ന് വീണ്ടും വീണ്ടും സോഷ്യോളജിസ്റ്റുകൾ പറയുമ്പോഴും വീണ്ടും ഹിസ്റ്റോറിയൻസ് പറയുമ്പോൾ പോലും ഇത് പലപ്പോഴും നമുക്ക് ആദ്യം തോന്നും ഇത് ഇവര് മനസ്സിലാകായ്മയല്ല, മനഃപൂർവ്വം ഈ ലിറ്ററേച്ചർ വായിക്കാതിരിക്കുന്നതോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്കണ്ഠയല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൺസേൺ ആകേണ്ടതല്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ മെറിറ്റിനെ കോൺസെപ്ച്വലി തിയറൈസ് ചെയ്ത വർക്കുകളിലേക്ക് ഇവര് കടന്നു ചെല്ലാത്തതും അതിനെ മനഃപൂർവ്വമായിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുന്നതും. നേരത്തെ ഇവിടെ ബാബുജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആങ്സൈറ്റി, അവിടെ മാത്രമേ എനിക്കൊരു ഡിസഗ്രിമെന്റ് ഉള്ളൂ. ഇതൊരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ആങ്സൈറ്റി അല്ല, ഇത് വളരെ കോൺഷ്യസ്ലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ മെന്റാലിറ്റിയാണ്. അത് മിഡിൽ ക്ലാസിന്റെ മാത്രം ഉത്കണ്ഠയല്ല, അത് എലീറ്റ് ക്ലാസ്സിന് ആ ഉത്കണ്ഠയുണ്ട്, ലോവർ ക്ലാസ്സിനും വർക്കിംഗ് ക്ലാസ്സിനും ആ ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണ് വർക്കിംഗ് ക്ലാസ്സിൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായിട്ടുള്ള ജാതി വിരുദ്ധത നമുക്ക് കാണാൻ പറ്റും, ജാതി സ്പർദ്ധ നമുക്ക് കാണാൻ പറ്റും. അത് പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സിന്റെ പരാജയമാണ്. ഇപ്പോഴും നമുക്ക് കാസ്റ്റിനെയും ക്ലാസ്സിനെയും രണ്ടായി കാണാനുള്ള വിമുഖതയാണ്, അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ചുള്ള കോൺസെപ്ച്വൽ തിയറൈസേഷൻസ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കോൺസെപ്ച്വൽ തിയറൈസേഷനുമായിട്ട് ഡിസെൻഗേജ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ തന്നെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും ലെഫ്റ്റിസ്റ്റ് ആയിട്ട് എഴുതുന്ന ആനന്ദ് ടെൽറ്റുംബഡെയുടെ പോലും വർക്കുകൾ വായിക്കും. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായിട്ട് ഇപ്പം മാർക്സിനെ അംബേദ്കറിന്റെ തോട്ട്സ് സംയോജിപ്പിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്റർനാഷണൽ മാർക്സിസ്റ്റ് സർക്കിളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാൻസി ഫ്രേസർ പോലുള്ള തിഥി ഭട്ടാചാര്യ പോലുള്ള സ്കോളേഴ്സ് റേസിനെ മാർക്സിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഈ അക്കാഡമിക് സൈലോസിൽ മാത്രം നടക്കുകയും അത് വളരെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് പബ്ലിക് ഡിസ്കോഴ്സിൽ എത്തരുതേ എന്ന് ഉള്ള രീതിയിൽ അതിനെ വീഡ് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വകഞ്ഞു മാറ്റി നിർത്തപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാവരുടെയും ചിന്തയുടെ അല്ലെങ്കിൽ പബ്ലിക് നാരറ്റീവിന്റെ പബ്ലിക് കോൺഷ്യസ്നെസിന്റെ ഭാഗമായിട്ട് റിസർവേഷൻ എന്തോ മെറിറ്റിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ റിസർവേഷൻ എന്തോ ഞങ്ങളിൽ നിന്ന് റിസോഴ്സസ് മറ്റ് ഒരു ഗ്രൂപ്പ് പിടിച്ചെടുക്കുന്ന രീതിയിൽ മാത്രം റിസർവേഷനെ കാണുന്നത്. അവിടെ ഈ റിസർവേഷനെ കൃത്യമായിട്ട് റിസർവേഷൻ എന്ന് പറയുന്ന പോലെ അത് ശരിയാണോന്ന് അറിയില്ല. സോഷ്യൽ ജസ്റ്റിസിനെ കൃത്യമായിട്ട് നമ്മൾ സ്കൂളുകളിൽ തൊട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇപ്പോഴും ഈ റിസർവേഷൻ ഒരു പോവർട്ടി അലിവിയേഷൻ മെഷറായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സ്കീമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആണ് പലപ്പോഴും EWS എന്നുള്ളത് റിസർവേഷനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ക്രക്സ് കിടക്കുന്നത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിൽ ഡിസ്പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ അഭാവം കാരണമാണ്. 1. 2, ഈ മെറിറ്റ് എന്നുള്ള ഐഡിയ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ 30 മാർക്ക് ഒരു കാൻഡിഡേറ്റിന് ലഭിക്കാത്തത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും അവിടെയുള്ള കരിക്കുലങ്ങളുടെയും സിലബസുകളുടെയും അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജികളുടെയും അപര്യാപ്തതയാണ്, അതിന്റെ ലിമിറ്റേഷൻ ആണ് എന്ന് മനസ്സിലാക്കാതെ കുട്ടിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ പ്രശ്നമാണ്, വിദ്യാർത്ഥിയുടെ പ്രശ്നമാണ്
എന്ന് ചിന്തിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്താണ് ഓഫീസുകളും കോളേജുകളും ഒക്കെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ് ഉണ്ടാക്കി തരുന്നു, എന്തൊരു ഫേവർ പോലെ ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തോ ഒരു ഫേവർ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യല്ലോ വേണ്ടത്. നമ്മുടെ പ്രിവിലേജസുകളെ വെട്ടിക്കളയാണ് വേണ്ടത്. ഇപ്പം ഏഞ്ചല ഡേവിസ് ഇക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. നിങ്ങളൊരു കുന്നിന്റെ പുറത്ത്, നിങ്ങൾ പ്രിവിലേജ് എന്ന് പറഞ്ഞ കുന്നിന്റെ പുറത്ത് നിന്നിട്ട് താഴെ നിൽക്കുന്ന ആളെ നോക്കി കേറി വാ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഇക്വാലിറ്റി ആണ് നമ്മൾ പലപ്പോഴും ഇക്വാലിറ്റി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ആ കുന്നിനെ വെട്ടി അയാളുടെ സ്ഥലത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ആ കുന്ന് പണിയപ്പെട്ടത് ആ താഴെ നിൽക്കുന്ന ആളുടെ ലേബറിന്റെ എഫേർട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ കുന്നിൽ നിന്ന് ഇറങ്ങി വരാം. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റങ്ങൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റപ്പെടുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരെ മാറ്റി മെയിൻ സ്ട്രീമൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ലോജിക്കാണ്. കഴിഞ്ഞ 80 വർഷത്തെ ദളിത് ബുദ്ധിജീവികളുടെയും ആദിവാസി ജീവികളുടെ മൈനോറിറ്റി റൈറ്റ്സ് പറയുന്നവരുടെയും ക്യൂർ റൈറ്റ്സ് പറയുന്നവരുടെ ഒക്കെ ലിറ്ററേച്ചർ എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ എൻഗേജ് ചെയ്യുന്നില്ല. ഇത് രണ്ട് രീതിക്ക് നടക്കാറുണ്ട്. ഈ ഇന്റലക്ച്വൽ സ്ഫിയർ ആയിട്ട് മാത്രം നിൽക്കുകയും അക്കാഡമിക് സ്ഫിയർ ആയിട്ട് മാത്രം നിൽക്കുകയും അതൊരിക്കലും പൊളിറ്റിക്സിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആകാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പ്രശ്നം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. രണ്ട്, നമുക്ക് ഇപ്പോഴും കാസ്റ്റിനെയും ക്ലാസ്സിനെയും കൊളാപ്സ് ചെയ്ത് വായിക്കുന്ന ആ ഒരു പഴഞ്ചൻ രീതിയിലേക്ക്, അതിൽ നിന്നൊക്കെ ഇപ്പം റേസും ക്യൂർ തിയറിയും സോഷ്യലിസ്റ്റ് തിയറിയും മാർക്സിസ്റ്റ് തിയറിയും ഒക്കെ കൺവേർജ് ചെയ്ത് കഴിഞ്ഞു ലോകത്തിലെ പല പല ഇടങ്ങളിൽ. പക്ഷെ നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ല. നമുക്ക് ഒപ്രഷൻ എന്നൊരു ലാർജർ ഐഡിയ വെച്ചുകൊണ്ട് തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇടത്തിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. അവിടെ ആ ചേഞ്ച് വന്നാലേ, that we have to walk beyond classical Marxist theory. അത് മാർക്സിനെ കൈപിടിച്ചുകൊണ്ട് തന്നെ പറ്റും. മാർക്സ് ജീവിച്ചിരുന്നെങ്കിൽ അത് റീതിയറൈസ് ആയപ്പെട്ടേ. പക്ഷെ നമ്മൾ ഇപ്പോഴും ഈ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കാതെ ആദ്യത്തെ റൈറ്റിങ്സിൽ നിൽക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നം നമുക്കുണ്ട്. ആ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ രണ്ട് ഒപ്രഷനെയും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതിന്റെ ഒരു കൺവേർജൻസ് പോയിന്റ് കണ്ടെത്താനും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. പക്ഷെ ഇത് കൊളാപ്സ് ചെയ്ത് രണ്ടും ഒന്നാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ മൊണോലിത്തൈസ് ചെയ്ത് നമുക്ക് തെറ്റ് പറ്റുന്നത്. അതിൽ നിന്നാണ് ഈ തെറ്റായിട്ടുള്ള പോളിസി മേക്കിംഗ് വരുന്നത്. അത് കുറെ കൂടെ സൂക്ഷ്മമായിട്ട് പഠന വിധേയമാക്കുകയും ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. സോറി, ലോങ് ആൻസർ ആയിപ്പോയി, ബട്ട് ഇറ്റ്സ് ഓൾസോ വെരി സിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് അത്ര ലോങ് ആൻസർ തന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ? ആർക്കും ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് കരുതുന്നു. എന്താ, നമ്മള് ഈ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ പലതും നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ആണെങ്കിലും പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മുമ്പോട്ട് വളർന്നു വന്നിട്ടുള്ളത്. ഇത് എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേവലം ഈ ഭരണഘടനക്കകത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമായിട്ട് ചുരുക്കി കാണാൻ പറ്റുന്ന ഒന്നല്ല. കുറെ കൂടി വിശാലമായിട്ടുള്ള സാമൂഹിക മാനം ഇപ്പോൾ നടക്കുന്ന, അതായത് പല സ്ഥലങ്ങളിലായിട്ട് പല ആളുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ഒക്കെ പല വിധത്തിലുള്ള സംവാദങ്ങൾ. ഇത്തരത്തിലുള്ള സംവാദങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്.
മാളവിക മാം നേരത്തെ പറഞ്ഞ പോലെ എന്താ ഈ കമ്പോള മുതലാളിത്ത രീതിയോട് ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ രാമകൃഷ്ണ മാഷ് പറഞ്ഞ കാര്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കും സ്വകാര്യവൽക്കരണവും ഇതിന്റെ ഒരു വലതുപക്ഷവൽക്കരണവും അതിന്റെ എല്ലാം ഭാഗമായിട്ട് സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും അരികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് കാഴ്ചകൾക്ക് മുമ്പിൽ കണ്ണടച്ച് നിൽക്കാതെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് NSE ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. NSE തുടർച്ചയായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഒന്നുകൂടിയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ മാളവിക മാമിനോട് പറയാണ്, ഇനി അങ്ങോട്ടുള്ള പല സന്ദർഭങ്ങളിലും മാമിനെ ഞങ്ങളിങ്ങനെ ശല്യപ്പെടുത്തും. കാരണം ഇടയ്ക്ക് ഞങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാനും ഞങ്ങളുടെ കൂടെ സംസാരിക്കാനും ഒക്കെ മാമിനെ പോലുള്ളവർ ഉണ്ടാവണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ രാമകൃഷ്ണ മാഷും ഇത്ര നല്ല രീതിയിൽ, അതായത് നമ്മൾ 1 മണിക്കൂർ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം നമ്മൾ 7:00-ക്ക് തുടങ്ങി 10 മണി വരെ എത്തുന്നത് വരെ നല്ല രീതിയിൽ ചർച്ചയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റി. ഒരു ബ്രേക്ക് ഇല്ലാതെ ഏകദേശം ഇതിനിടയ്ക്ക് ഒരു 70ഓളം ആൾക്കാർ ഇത് കേൾക്കുകയും ഇടയ്ക്ക് വെച്ച് ലെഫ്റ്റായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. എങ്കിൽ പോലും അത്രയും പേരിലേക്ക് ഇതിന്റെ ആശയം എത്തിക്കാൻ പറ്റി എന്നുള്ളത് NSEയുടെ ഒരു വിജയമായിട്ട് തന്നെ കാണുന്നു. അപ്പോ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് ഒരു നന്ദി പറയുന്നതിന് വേണ്ടി ദേവനന്ദുവിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നവംബർ 26 ഭരണഘടനാ ദിനമായി ഇന്ന് NSEയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അകലെ ഒരു സർവകലാശാല എന്ന ഈ പരിപാടിയിലൂടെ രാജ്യത്തെ പ്രധാന സർവകലാശാലകളിൽ ജാതി വർഗ ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ പ്രാപ്യമായതാണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് ദേശീയ പ്രാധാന്യമുള്ള സർവകലാശാലകൾ എത്രത്തോളം സ്വപ്നം കാണാൻ കഴിയുന്നതാണെന്നും അത് എത്രത്തോളം അവരെ ഉൾക്കൊള്ളുന്നതാണെന്നും നമ്മളിവിടെ ഒരു നീണ്ട ചർച്ചയിലൂടെ തന്നെ സംസാരിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ ആദ്യം സംസാരിച്ച ഡോക്ടർ KA രാമകൃഷ്ണൻ സാർ, JNUവിലെ പ്രൊഫസറായ അദ്ദേഹത്തിന്റെ നീണ്ടകാലത്തെ അനുഭവ സമ്പത്ത് അടിസ്ഥാനപ്പെടുത്തി സാമൂഹികപരമായ നേർചിത്രത്തെ എല്ലാവർക്കും പറഞ്ഞു തരികയാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നാഷണൽ സ്റ്റുഡൻസ് കളക്റ്റീവിന്റെയും എന്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശേഷം സംസാരിച്ച ഡോക്ടർ മാളവിക ബിന്നി മാഡം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ മാളവിക ബിന്നി മാഡം മാളവിക ബിന്നി മാഡത്തിന്റെ വാക്കുകൾ ഇന്നും സർവകലാശാലകളിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും താഴെത്തട്ടിലുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. മേഡത്തിന് ഈ അവസരത്തിൽ NSEയുടെയും എന്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച അമൽ ആസാദ്, കൂടാതെ അപർണ R തുടങ്ങിയവർ വളരെ മികച്ച പ്രതികരണങ്ങളാണ് നൽകിയിരുന്നത്. അവർക്കും എന്റെ പേരിലും NSEയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പരിപാടിയുടെ അറിയിപ്പുകൾ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്.